ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടത്തിലെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോയുടെ കൂടെ വരുന്ന ഹൈപ്പ് ഓപ്ഷൻ കൂടി എല്ലാവരും ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ ലഞ്ച് കൊടുത്തു വിടുന്ന പോലെ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ സ്നാക്സൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ സ്നാക്സിനായിട്ട് ആപ്പിളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുരുവിൻ്റെ അംശമൊക്കെ പെട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല മടിയാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മളിതൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും അതിൽ കുരുവിൻ്റെ അംശം പെടാതെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആപ്പിളൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിതാ സെൻറ്റർ ഭാഗം ഒഴിവാക്കി കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആപ്പിളൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് കൂടി അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അപ്പം നമുക്ക് കിട്ടുക കേട്ടോ. രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗം സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് തന്നെ നേരെ ഓപ്പോസിറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആ സെൻറ്റർ പോർഷൻ ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഓരോ പീസൊന്ന് അടർത്തി മാറ്റാം. ടോട്ടൽ 8 പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പീസൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മാറ്റിയ പീസിലൊന്നും കുരുവിൻ്റെ അംശം ഒട്ടും പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതാ എല്ലാ പീസും ഞാൻ മാറ്റിയിട്ടുണ്ട്. കുരു വന്നിട്ടുള്ള ഒരു ഭാഗം സെൻറ്റർ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഒട്ടും കുരുവിൻ്റെ അംശം പെടാതെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ വീടുകളിൽ ഓർക്കാതിരിക്കുന്ന സമയത്ത് പവർ കട്ട് വരാറുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന പവർ കട്ട്, പ്രത്യേകിച്ചും ഇൻവെർട്ടർ സൗകര്യമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ സമയമാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും മെഴുകുതിരിയൊന്നും ഇല്ലാത്ത സമയത്ത് അത് കുറഞ്ഞ സമയമാണെങ്കിലും ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞ സമയമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീടുകളിൽ ചുരുങ്ങിയത് 2 മൊബൈലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വെള്ളം നിറച്ചിട്ടുള്ള ബോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു വെളിച്ചം സ്പ്രെഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വെക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു ബോട്ടിലിന് ലീക്കില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം മൊബൈലിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് പെർമനൻ്റ് അല്ല. കുറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെളിച്ചം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു ബോട്ടിലൊന്ന് മാറ്റി നോക്കുമ്പോൾ ഈ ഒരു ലൈറ്റാണ് ഉണ്ടാവുക. നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ റൂം മുഴുവൻ നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരു വെളിച്ചം നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മൾ കൊതുകിനെ അട്ടി ഓടിക്കാനായിട്ട് ഇതുപോലെയുള്ള കൊതുകുതിരിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് കൊതുകുതിരി സ്റ്റാൻഡൊക്കെ ഇല്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഒരു കൊതുകുതിരി കത്തിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഇല്ലാത്ത ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു പൊട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു പൊട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൊതുകുതിരി അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൊതുകുതിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് സ്റ്റാൻഡൊക്കെ ഇല്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് കത്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിത് ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കത്തിച്ച് കഴിഞ്ഞാൽ കത്തി കഴിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇനി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ കിച്ചണിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കിച്ചൺ ടവൽ. അപ്പോൾ വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചുമരിലൊക്കെ ആണിയൊക്കെ അടിച്ചതിന് ശേഷം വേണ്ടി വരും ഇതേപോലെ ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് ഒട്ടും ആണി അടിക്കാതെയും അതുപോലെ തന്നെ ഒരു വൃത്തികേടാവാതെ നമുക്ക് കിച്ചൺ ടവൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം കിച്ചണിലെ ചുമരിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ആ ഒരു പെന്നിൻ്റെ ക്യാപ്പിൽ ഇതേപോലെ ഒരു കിച്ചൺ ടവലൊന്ന് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്.
കൈയൊക്കെ ഞാനൊന്ന് തുടച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊന്നും അത് നമുക്ക് അവിടുന്ന് പോരുന്നൊന്നുമില്ല, നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. മാത്രമല്ല നമ്മൾ ആണിയൊന്നും അടിച്ചത് വൃത്തികേടാക്കുകയൊന്നും വേണ്ട. ഇതേപോലെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ആ ഒരു പെൻ ക്യാപ്പ് ഒന്ന് പഠിച്ചെടുത്താൽ മതി. ഞാനൊരു പാത്രത്തിൽ കുറച്ച് കംഫർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കംഫർട്ട് ഡ്രസ്സിലൊക്കെ സ്മെൽ ഉണ്ടാവാനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്ലീനിങ് ടിപ്പാണ് കേട്ടോ കാണിക്കാനുള്ളത്. ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. ഈ ഒരു ഡോറിൽ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിയും അഴുക്കൊക്കെ ആയി കളറൊക്കെ മങ്ങിയിട്ടുള്ള ഡോറുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ചെറിയൊരു കോട്ടൺ തുണിയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ആ ഒരു മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനത് അതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗത്തുള്ള അഴുക്കെല്ലാം പോയി നല്ല പോലെ നമുക്കൊരു കളറായിട്ട് കിട്ടും കേട്ടോ. പോളിഷ് ചെയ്ത പോലെ തന്നെ കിട്ടും. അപ്പം ഞാനെനിക്ക് തുടക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവും ആ തുടച്ചെടുത്ത ഭാഗമൊക്കെ നല്ലപോലെ എനിക്ക് ഗ്ലേസിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് ഞാൻ 2 കർപ്പൂരം കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പം ഞാൻ ഈ ഒരു ഡോറിൻ്റെ 2 പോർഷനായിട്ടാണ് ഉള്ളത്. മുകൾ വശം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും, നന്നായിട്ട് വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാത്ത ഭാഗം കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഭാഗം എനിക്ക് എത്രത്തോളം ക്ലീനായിട്ട് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ക്ലീൻ ചെയ്യാത്ത ഭാഗം. എന്നാൽ ഇനി തൊട്ട് മേലെ നോക്കിയാൽ നമുക്കറിയാം ക്ലീൻ ചെയ്ത ഭാഗം നന്നായിട്ട് തന്നെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിയും ഇതൊക്കെ പിടിച്ചിട്ടുള്ള വാതിൽ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. കർപ്പൂരമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെറിയ പ്രാണികളുടെ ശല്യമോ ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ. ഈ ഒരു മിക്സി വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞു മക്കൾക്കായാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട് എത്ര നീറ്റാക്കി നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാലും വീടിൻ്റെ മുക്കിലും മൂലയിലും അതേപോലെ തന്നെ സിങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളാണ് പാറ്റയും പല്ലിയും. ഇവയെ തുരത്താനായിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഒട്ടും കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു പരിധി വരെ നമ്മുടെ വീടുകളിൽ നിന്ന് ഇവയെ മാറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്കതിനുള്ളൊരു ലിക്വിഡ് ഒന്ന് തയ്യാറാക്കാം. ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഷാമ്പു ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 1 രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാക്കറ്റ് മുഴുവനായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ വാട്ടറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി വിനെഗറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര സ്പൂണാണോ വെള്ളം ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം, അത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ഞിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പഞ്ഞി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിൽ 5 പീസ് പഞ്ഞിയുടെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു പഞ്ഞിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു പഞ്ഞി വെച്ച് കൊടുത്താൽ മതി. കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതിൽ നിന്നൊരു പഞ്ഞി എടുത്തതിന് ശേഷം എനിക്ക് പല്ലിയുടെയൊക്കെ ശല്യമുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കാലിൻ്റെ വശത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പച്ചക്കറി സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മിക്സി റെഡിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അവയുടെ ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.